രാത്രി വളരെ നിർണായകമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ദീർഘായുസിനെ ചോദിക്കേണ്ട ഒരു രാത്രിയാണ്. എല്ലാ രാത്രികളിലും പകലുകളിലും ഒക്കെ നമുക്ക് ചോദിക്കാൻ പടച്ചവനോട്. പക്ഷേ ആ ഉത്തരവാദിത്വം മലായിക്കത്തുകളെ ഏൽപ്പിക്കുന്ന ലിസ്റ്റ് കൈമാറുന്ന ബജറ്റ് അവതരണം നടക്കുന്ന രാത്രിയാണ്. അതുകൊണ്ട് ആയുസ്സിന് വേണ്ടി ചോദിക്കണേ പ്രിയപ്പെട്ടവരെ. അടുത്ത വർഷം ശഅബാൻ മാസത്തിന്റെ ഒരു അവസാനത്തെ വെള്ളിയാഴ്ചയിലോ അതല്ലെങ്കിൽ 15-ന് മുമ്പുള്ള ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഇതേപോലെ നിങ്ങൾ ഒരു വയൽ സംഘടിപ്പിച്ചെന്നിരിക്കട്ടെ. അന്ന് ഞാൻ ഉണ്ടാകുമോ നിങ്ങൾ ഉണ്ടാകുമോ അറിയില്ല. ആ അറിയില്ല എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് പ്രിയപ്പെട്ടവരെ. മറ്റന്നാളത്തെ രാത്രി മലായിക്കത്തുകളെ അല്ല ഏൽപ്പിക്കുന്നത് നമ്മൾ അറിവില്ലാത്തവരാണ്, നമ്മൾ ഒരിക്കലും തിരിച്ചറിയാത്തവരാണ്. ഇതെല്ലാം അല്ലാഹു തആല ഒരു വർഷത്തിന് മുമ്പ് ശഅബാൻ മാസത്തിന്റെ 15-ാമത്തെ രാത്രിയിൽ അള്ളാന്റെ മലക്കുകളെ ഏൽപ്പിക്കുമെന്നല്ലേ റസൂലുള്ളാഹി പഠിപ്പിച്ചത്. രണ്ടാമത്തേതാണ് മറക്കരുതേ, ഒന്ന് ജനനമാണ്, 2 മരണമാണ്. ഇനി മൂന്നാമതായി റസൂലുള്ളാഹി ആയിഷ ബീവിയോട് പറയുകയാണ്, ഫീഹാ തുർഫഉ അഅമാലുഹും. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ നമ്മുടെ അമലുകൾ മുഴുവനും അല്ലാഹു ഉയർത്തുന്നത് ആ ശഅബാൻ മാസത്തിന്റെ 15-ാമത്തെ രാത്രിയിലാണ്. ഈ വഅദ് കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഇരിക്കുന്നത് ഇബാദത്താണല്ലോ. ഇവിടെ നിങ്ങൾ ഇരിക്കുന്നത് ഇബാദത്തല്ലേ? ഇശാ നമസ്കരിച്ചിട്ടല്ലേ നിങ്ങൾ ഇവിടെ വന്നത്? മഗ്രിബ് നമസ്കരിച്ചിട്ടല്ലേ നിങ്ങൾ ഈ പരിശുദ്ധ സദസ്സിൽ വന്നത്? ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ജുമുഅ നമസ്കാരം നിർവഹിച്ചവരല്ലേ നിങ്ങൾ? ഇതെല്ലാം അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന രാത്രി ഏതെന്നറിയോ? ഒരു വർഷത്തെ ടോട്ടലായ ഇബാദത്തുകൾ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് ബൽക്കായിട്ട് ഉയർത്തപ്പെടുന്ന രാത്രി ഏതാ? അത് ശഅബാൻ മാസത്തിന്റെ 15-ാമത്തെ രാത്രിയാണ്. ഞായറാഴ്ച അസ്തമിക്കുന്ന രാത്രിയാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ മൂന്നാമതായിട്ട് എണ്ണി പറഞ്ഞത് അതാണെങ്കിൽ ഇനി നാലാമതൊരു കാര്യം പറഞ്ഞത് എന്തെന്നറിയോ? വഫീഹാ തുൻസലു അർസാഖുഹും. അടുത്ത ഒരു വർഷത്തെ ഭക്ഷണം ഇറക്കപ്പെടുന്നത് ആ രാത്രിയിലാണ്. ആ ഒരു വർഷക്കാലത്തെ ഭക്ഷണം ഇറക്കപ്പെടുന്നത് ആ രാത്രിയിലാണ്. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കണേ. ഇന്ന് ഞാൻ ജുമുഅ നിസ്കാരം കഴിഞ്ഞിട്ട് എന്റെ പള്ളിയിൽ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ ഈ സദസ്സിലോട്ട് കയറിയത്. എവിടെയോ ഭക്ഷണം എനിക്ക് പാകം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു പരിപാടി കഴിഞ്ഞിട്ട് കഴിച്ചോളാ. അങ്ങനെ എനിക്ക് കഴിക്കാൻ വിധിയുണ്ടെങ്കിൽ, അല്ല എനിക്ക് ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ, ആ കഴിക്കുന്ന ഭക്ഷണം അല്ലാഹു എന്നാണ് മലായിക്കത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചതെന്നറിയോ? കഴിഞ്ഞ ശഅബാൻ മാസത്തിന്റെ 15-ാമത്തെ രാത്രിയിലായിരുന്നു. ഈ ശഅബാൻ മാസത്തിന്റെ 15-ാമത്തെ രാത്രിയിൽ അവിടുന്ന് തുടങ്ങുന്ന ഒരു വർഷത്തെ ഭക്ഷണം ഇറക്കപ്പെടുന്ന രാത്രിയാ. പട്ടിണി കിടക്കാതെ തട്ടാതെ മുട്ടാതെ നമുക്ക് അന്നം കഴിക്കണോ, വെള്ളം കുടിക്കണോ, നമ്മുടെ പൊന്നുമക്കൾക്ക് മതിയായ ഭക്ഷണം കൊടുക്കണോ? അതിനെല്ലാം ഭക്ഷണ വിശാലതയെ തേടേണ്ട രാത്രിയാണ് പെങ്ങളെ ഞായറാഴ്ച അസ്തമിക്കുന്ന രാത്രി. കിടന്നുറങ്ങല്ലേ, അലംഭാവം കാട്ടല്ലേ, മടി കാണിക്കല്ലേ, അലസത വരല്ലേ പ്രിയപ്പെട്ടവര്. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നുണ്ട് പിന്നാലെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 4 പ്രത്യേകതകൾ കൊണ്ട് നിറക്കപ്പെട്ട രാത്രിയാണ്. ഒന്ന് സഹോദരങ്ങളെ, ഒരു മനുഷ്യന് ഒരു വർഷത്തെ ആരെല്ലാം ജനിക്കുമെന്നുള്ള കണക്ക്. രണ്ടാമത് ഒരു വർഷക്കാലം ആരെല്ലാം മരിക്കുമെന്നുള്ള കണക്ക്. പിന്നീടോ സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ അമലുകൾ ഉയർത്തപ്പെടുന്നത്. പിന്നെയോ നാലാമത്തേത്, ഒരു വർഷക്കാലം വരാനിരിക്കുന്ന ഒരു വർഷക്കാലത്തെ മുഴുവൻ ഭക്ഷണവും അല്ലാഹു തആല ഇറക്കുന്നത് ആ രാത്രിയിലാണ്. നമ്മൾ ആരാ കരുതുന്നത്? സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് നമുക്ക് ഭക്ഷണം തരുന്നതെന്ന് കരുതുന്നുണ്ടോ? ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണോ? കേന്ദ്ര ഭക്ഷണ വകുപ്പ് മന്ത്രിയാണോ നമുക്ക് ഭക്ഷണം തരുന്നത്? ആരാ നമുക്ക് ഭക്ഷണം തരുന്നത്? റാസിഖായ അല്ലാഹ്, റാസിഖായ അല്ലാഹ്. പടച്ചതമ്പുരാ ഒരു വർഷക്കാലത്തെ ഭക്ഷണത്തിന്റെ ലിസ്റ്റ് മലായിക്കത്തുകളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന രാത്രിയാ പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ 15-ാമത്തെ രാത്രിയെങ്കിൽ. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ആയിഷ ബീവിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചാന്നാങ്കരയിലെ ഉമർ ഇബ്നുൽ ഖത്താബ് മസ്ജിദിന്റെ പരിസരത്തുള്ള എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, മറ്റന്നാളത്തെ രാത്രി ഫലപ്രദമായ
വ്യക്തമാക്കണേ. നമ്മൾ ഉറങ്ങിക്കിടക്കാറ് അള്ളാഹുവിന്റെ മുന്നിൽ എഴുന്നേറ്റിരുന്ന് തേടിക്കൊള്ളണേ. അള്ളാഹുവിനോട് പറയണം, നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടി നമ്മൾ മരണപ്പെട്ടു പോകുന്ന ഒരവസ്ഥ പൊടുന്നനവെയുള്ള മരണങ്ങൾ തരാതിരിക്കാൻ, അതുപോലെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ സൽക്കർമ്മങ്ങൾ മറയില്ലാതെ ഉയർത്തപ്പെടാൻ, വരുന്ന ഒരു വർഷത്തെ ഭക്ഷണം തടയില്ലാതെ മടിയില്ലാതെ മറയില്ലാതെ തട്ടാതെ മുട്ടാതെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ രാത്രിയിൽ പടച്ചവനോട് തേടണം. അതാണ് ആ രാത്രിയുടെ പ്രത്യേകതയെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അള്ളാന്റെ പ്രിയപ്പെട്ട ദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്ക് കഴിയണ്ടേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് നമ്മുടെ ആ രാത്രിയെ നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ഫലപ്രദമാക്കി എടുക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ നമ്മൾ ഫലപ്രദമാക്കി എടുക്കണം. എങ്ങനെയാണ്? ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, എന്താണെന്നറിയോ? നമ്മൾ കേട്ടിട്ടുള്ള പ്രസംഗങ്ങളിലാണ് ലൈലത്തുൽ ഖദ്റിലല്ലേ ഈ പറയപ്പെടുന്ന സംഗതികളൊക്കെ ചെയ്യുന്നത്. ശരിയാണ്, നല്ല ചോദ്യമാണ്, അല്ലെങ്കിൽ നല്ല ചിന്തയാണ്. ലൈലത്തുൽ ഖദ്റിന്റെ അന്നല്ലേ ഇതെല്ലാം അല്ലാഹു തആല കൈമാറുന്നത്? വിശുദ്ധ ഖുർആനിൽ ഞാൻ ആമുഖമായി ഓതി വെച്ചൊരു ആയത്തുണ്ട്, ഒരു അധ്യായം, സൂറത്തു ദുഖാന്റെ ആദ്യ ഭാഗം. അല്ലാഹു പറയുന്നത് ഹാമീം വൽ കിതാബിൽ മുബീൻ, സുവ്യക്തമായ ഈ ഗ്രന്ഥം തന്നെയാണ് സത്യം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ രാത്രിയിലാണ് ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചത്. ഇന്നാ കുന്നാ മുൻദിരീൻ, ആ രാത്രിയിൽ അവതരിപ്പിക്കപ്പെട്ട ഖുർആനിലൂടെ മുന്നറിയിപ്പാണ് നാം നൽകുന്നത്. ഫീഹാ യുഫറഖു കുല്ലു അംറിൻ ഹകീം, അന്നാണ് അല്ലാഹു തആല എല്ലാ കാര്യങ്ങളുടെയും വ്യക്തത വരുത്തുന്നത്. ആ രാത്രിയിലാണ് പടച്ച തമ്പുരാൻ എല്ലാ കാര്യങ്ങളുടെയും വ്യക്തത വരുത്തുന്നത്. ഈ രാത്രി ലൈലത്തുൽ ഖദ്ർ ആണെന്നും ഈ പറയുന്ന ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാത്രിയാണെന്നൊക്കെ അഭിപ്രായമുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഈ വഅള് കമ്മിറ്റിയിലൊക്കെ ചില സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? റമളാനിൽ അഷ്റഫ് സാഹിബ് ഇവിടെ ഉണ്ടോ? റമളാനിൽ നോമ്പ് തുറ ഇത്ര രൂപ ഉണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ചില പള്ളികളിലൊക്കെ ഇത്ര രൂപ നോമ്പ് തുറക്കി, കഞ്ഞിക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഇടും. അതെപ്പോഴാ ഇടുന്നറിയോ? റമളാന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ ഒരു ലിസ്റ്റ് DTP എടുത്ത് പതിക്കുന്നത്. പക്ഷെ കമ്മിറ്റി വളരെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കമ്മിറ്റി കൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ലൈലത്തുൽ ഖദ്റിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ലൈലത്തുൽ ഖദ്റില് ഈ ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാത്രിയിൽ കമ്മിറ്റി കൂടുന്നത് പോലെയാണ്. മലക്കളെ വിളിച്ചിട്ട് ഈ പറയുന്ന ചാന്നാങ്കരയിലെ മുഹമ്മദ് അബ്ദുള്ള അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ, അദ്ദേഹത്തിന്റെ ഭക്ഷണം ഇതാണ്, അദ്ദേഹത്തിന്റെ ആയുസ് ഇതാണ്, അദ്ദേഹത്തിന്റെ മകളുടെ പ്രസവം ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ അങ്ങോട്ട് മലക്കുകൾ എന്ത് ചെയ്യും? പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കും. ശഅബാൻ 15 കഴിഞ്ഞ് റമളാൻ മാസം വന്ന് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി അല്ലാഹു തആല അത് അവരെ ഏൽപ്പിക്കും. കമ്മിറ്റി നേരത്തെ തീരുമാനിച്ചു 5000 രൂപ ഇഫ്താറിന് അല്ലെങ്കിൽ 10000 രൂപ കഞ്ഞിക്ക് എന്ന് പറഞ്ഞ് കമ്മിറ്റി തീരുമാനം എടുത്തു. പക്ഷെ അത് ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് എപ്പോഴാണ്? റമളാന്റെ തൊട്ട് മുമ്പാണ്. ഇത്രയേ ഉള്ളൂ, നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാത്രിയിൽ ഈ തീരുമാനങ്ങൾ മലായിക്കത്തുകളെ ഏൽപ്പിക്കും. എന്നിട്ട് ലൈലത്തുൽ ഖദ്ർ എത്തുമ്പോൾ എന്താ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, അത് യുസല്ലിമുഹാ ഇലാ അർബാബിഹാ ഫീ ലൈലത്തുൽ ലൈലത്തുൽ ഖദ്ർ എത്തുന്ന അന്നത്തെ രാത്രിയിൽ ഓരോ മലക്കളെയും വിളിച്ചിട്ട് ഈ ഡ്യൂട്ടി അങ്ങോട്ട് ഏൽപ്പിക്കും. അതുവരെയും വിവരം അങ്ങോട്ട് അറിയിക്കുകയുള്ളൂ. ഏൽപ്പിക്കപ്പെടുന്നത് ലൈലത്തുൽ ഖദ്റില്, നിശ്ചയിക്കപ്പെടുന്നത് ഈ ശഅബാൻ 15-ല്. അപ്പൊ അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിന്റെ അന്നിരുന്ന് ദ്വാരം എന്നിട്ട് കാര്യമില്ല. അന്ന് ഏൽപ്പിക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ, ഒട്ടിക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. തീരുമാനം എടുക്കുന്നത് ശഅബാൻ 15-നാ, കമ്മിറ്റി വിളിച്ചതുപോലെ. അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ശഅബാൻ 15-ന്റെ അന്ന് രാത്രി പറഞ്ഞേക്കണം. മക്കളെ വേണമെങ്കിൽ, മരിക്കാതെ ഇരിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ആയുസ് നീട്ടി കിട്ടണമെങ്കിൽ, ഒരു വർഷത്തെ അമൽ ഉയർത്തപ്പെടണമെങ്കിൽ, അടുത്ത ഒരു കൊല്ലത്തെ ഭക്ഷണം കിട്ടണമെങ്കിൽ അത് ശഅബാൻ 15-ന് കൃത്യമായി നമ്മൾ ചെയ്തിരിക്കണം.
നമ്മൾ എന്താ ഈ പരിശുദ്ധ രാവിലെ ചെയ്യേണ്ടത്? സഹോദരിമാരെ ചിന്തിച്ചു നോക്കി. ഈ മൊബൈലൊക്കെ തൽക്കാലം അങ്ങോട്ട് മാറ്റി വെക്കണം. മൊബൈലൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കണം. മൊബൈൽ എടുത്ത് മാറ്റി വെക്കണമെന്ന് പറഞ്ഞാൽ ഈ ചാറ്റോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒക്കെ കാണുന്ന പരിപാടിയല്ല, ഏത് പരിപാടിയാണെങ്കിൽ. ഞാൻ മൊത്തത്തിലൊരു കാര്യം പറയാം. സ്ത്രീകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്നുമില്ല. ദീനിന്റെ കാര്യം പറയുന്നതിൽ ഇപ്പോൾ അവർ ഇഷ്ടപ്പെട്ട് നമ്മൾ നോക്കുന്നതിനാ. ഈ പ്രഭാത ദുആ, സായാഹ്ന ദുആ, രാത്രിയിലെ ദുആ, പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ അതിന്റെ ഫാൻസ് അസോസിയേഷനാണ്. രാവിലത്തെ ദുആ, എല്ലാവരും ഒരു ചരിവ് എടുക്കൂ, വെള്ളം കോരൂ, അടുത്തോട്ട് വെക്കൂ, ഊതിക്കോ. അവിടെ നിന്നുണ്ട് ഊതു ഉസ്താദ്. എവിടെ നിന്ന്? കോയമ്പത്തൂരിൽ നിന്ന്. അപ്പൊ ഇവിടെ എല്ലാവരും അങ്ങോട്ട് വെള്ളത്തിൽ ഊതും. നല്ലത് തന്നെ ഊതിക്കോളെ. സീരിയൽ കാണാൻ നിർത്തി, എല്ലാം നിർത്തി. അൽഹംദുലില്ലാ, അതൊക്കെ നല്ലത് തന്നെ. നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ ചെയ്തോളി. പക്ഷെ കെട്ടിയോന് ഈ വെള്ളത്തിൽ ഊതുന്ന സമയത്ത് കെട്ടിയോന് ചാപ്പാട് കൊടുക്കാൻ ഒരു മനസ്സ് കാണിക്കണം. ചിലർ വന്നിട്ട് എടി ചോറടി, ഇപ്പൊ പറ്റൂല, 33 ആയുള്ളൂ, ഉസ്താദ് അവിടെ ഊതിക്കൊണ്ടിരിക്കുകയാണ്, ഞാനും ഇവിടെ ഊതാനുള്ളതാണ്, അതുകൊണ്ട് പറ്റൂല. ഞാൻ ശക്തമായി എതിർക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടണ്ട. ഈ മൊബൈലൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്തു വേണം? ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യും. അലി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇബ്നു മാജ റഹിമഹുല്ലാഹ് തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഹദീസ് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലൈലത്തുൽ ഈസ് പറയുന്ന ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാത്രി കടന്നു വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ, സാഗൂതം കേൾക്കണേ. فقوموا ليلها ആ രാത്രിയിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. ആ രാത്രിയിൽ കിടന്നുറങ്ങാൻ പാടില്ല. ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച രാത്രിയുടെ കഥയാണ് പറയുന്നത്. വരുന്ന ഞായറാഴ്ച മഗ്രിബ് മുതൽ, അതല്ലെങ്കിൽ ഇശാ മുതൽ പിറ്റേന്ന് തിങ്കളാഴ്ച സുബഹി വരെ നിങ്ങൾ കിടന്നുറങ്ങരുത്. കുറച്ചു നേരം നിങ്ങൾ ഉറങ്ങിക്കോ, പക്ഷെ അന്നത്തെ രാത്രി നിർണായകമാണ് മോളെ. അന്നത്തെ രാത്രി നിർണായകമാണ് പ്രിയപ്പെട്ട ഉമ്മ പെങ്ങളെ. അന്നത്തെ രാത്രി വളരെ ഫലപ്രദമാക്കേണ്ട രാത്രിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖൂമൂ ലൈലഹാ, അന്നത്തെ രാത്രി നിങ്ങൾ എഴുന്നേറ്റിരിക്കണം. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. പക്ഷെ റസൂലുള്ളാഹി പറയുകയാണ്, രാത്രി ഹയാത്താക്കി കിട്ടി എഴുന്നേറ്റിരുന്ന് ഇബാദത്തിലായി കഴിയണം. ആ രാത്രി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഉടനെ പറയുന്നുണ്ട്. പക്ഷേ ഉടൻ തന്നെ റസൂലുള്ള പകലിന്റെ കാര്യവും പറഞ്ഞു. അഥവാ നിങ്ങൾ തിങ്കളാഴ്ച പകലെത്തുമ്പോ എന്താ ചെയ്യേണ്ടതെന്നറിയോ? സൂമോ യൗമഹാ, അന്നത്തെ പകലിൽ നിങ്ങൾ നോമ്പ് പിടിക്കുന്നവരാവുക. ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ നോമ്പ് നിങ്ങൾ പിടിക്കണേ. അതെന്നാണ്? തിങ്കളാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ. ഡബിൾ കൂലിയാണ് കിട്ടുക. ചില ആളുകൾക്ക് ട്രിപ്പിൾ കൂലിയാണ്. ശഅബാൻ 15 എന്താ പ്രത്യേകത? ഒന്ന്, ശഅബാൻ 15 പകലിന്റെ നോമ്പിന്റെ കൂലി. രണ്ടാമത്തേത് തിങ്കളാഴ്ചയല്ലേ. കാരുണ്യത്തിന്റെ പ്രവാചകന്, മദീനയുടെ രാജാവ്, മക്കയുടെ ജേതാവ്, ആമിനയുടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ തങ്കക്കൂട, നമ്മുടെ കരളിന്റെ കരളായ കണ്ണിലെ കൃഷ്ണമണിയായ ചങ്കിലെ ചോരയായ ഹൃദയത്തിന്റെ തുടിപ്പായ നമ്മുടെ വികാരമായ വിചാരമായ നബി മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ, ആ പ്രിയപ്പെട്ട പ്രവാചകനെ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച. അതുകൊണ്ട് തിങ്കളാഴ്ച നോമ്പ് പിടിക്കുമല്ലോ. തിങ്കളും വേഴവും സുന്നത്ത് നോമ്പിന്റെ ദിവസമല്ലേ. ആ തിങ്കളാഴ്ചത്തെ നോമ്പിന്റെ കൂലി നിങ്ങൾക്ക് രണ്ടാമതായി കിട്ടുകയാ. കഴിഞ്ഞ റമളാൻ മാസത്തിൽ ഏതെങ്കിലും ഫർദ് നോമ്പ് നിങ്ങൾക്ക് കളായിട്ടുണ്ടെങ്കിൽ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടാകാറുണ്ടല്ലോ. ആ കളാടെ ചിന്ത, ആ കളായുടെ നീയത്തും കൂടി ഇതിലേക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ നോമ്പ് പിടിച്ച ഈ പരിശുദ്ധമായ ബറാത്തിന്റെ നോമ്പിന്റെ കൂലി, തിങ്കളാഴ്ച നോമ്പിന്റെ കൂലി, അതുപോലെ പ്രിയപ്പെട്ടവരെ കളാ വീട്ടിയതിന്റെ കൂലി അല്ലാഹു തരുന്ന എത്ര വലിയ ഭാഗ്യമാണ് പ്രിയപ്പെട്ട പെങ്ങള്. അതുകൊണ്ട് ഞായറാഴ്ച രാത്രി കിടന്നുറങ്ങാതെ എഴുന്നേറ്റിരുന്ന് ഹയാത്താക്കേണ്ടതുണ്ട്. തിങ്കളാഴ്ച പകലിൽ നോമ്പ് പിടിക്കേണ്ടതുമുണ്ട്. ഇനി രാത്രിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് റസൂലുള്ള പറയുകയാ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇന്നല്ലാഹ യൻസിലു ഫീഹാ, ആ രാത്രിയിൽ അല്ലാഹു തആല ഇറങ്ങി വരുന്നതാ. ലിഗുറൂബി ശംസി, ഞായറാഴ്ച മഗ്രിബിലെ കിഴക്ക് പടിഞ്ഞാറ്
ചക്രവാളത്തിൽ അത് സൂര്യന്റെ കിരണങ്ങൾ അസ്തമിക്കുമ്പോ അല്ലാഹു ഇറങ്ങി വരികയാണ്. ഇലസമാഇ ദുനിയാ, തൊട്ടടുത്ത ദുനിയാവിലെ ആകാശത്തിലേക്ക് ഇറങ്ങി വരികയാ എന്ന് പറഞ്ഞാൽ ഒന്നാം ആകാശത്തിലേക്ക് അല്ലാഹു ഇറങ്ങി വരികയാ. ഇറങ്ങി വരാൻ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങും പോലെ അല്ല ഇറങ്ങുന്നതല്ല. അല്ലാഹ്ക്ക് കൈകാലുകളില്ലല്ലോ. അല്ല ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അവന്റെ സാന്നിധ്യം, അവന്റെ സാമീപ്യം നമ്മളിൽ ഉണ്ടാകുമെന്ന്. അങ്ങനെ അല്ലാഹു തആല ഇറങ്ങി വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്തെന്നറിയോ? ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ഏകദൈവ വിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും തമ്മിലുള്ള അന്തരം. ഇവിടെയാണ് ബഹുദൈവ വിശ്വാസികളുടെ വിഗ്രഹത്തിന്റെ മുമ്പിൽ അങ്ങോട്ട് നമ്മൾ പോകണം, ഇങ്ങോട്ട് വരാൻ കഴിവൊന്നുമില്ലല്ലോ. പക്ഷേ അല്ലാഹു അങ്ങനെയല്ല, പടച്ച തമ്പുരാൻ അങ്ങനെയല്ല. വീടിന്റെ ഉള്ളിന്റെ ഉള്ളറകളിൽ നമസ്കാര പായ വിരിച്ച് മുസല്ല വിരിച്ചിട്ട് ഉളുവെടുത്തിട്ട് നിസ്കാര കുപ്പായം ധരിച്ചുകൊണ്ട് ഈ ചാമാങ്കരയിലെ ഏതോ ഒരു വീട്ടിന്റെ അകത്തളത്തിലിരിക്കുന്ന പെണ്ണേ, ആകാശ ലോകങ്ങളെല്ലാം കീറി മുറിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇറങ്ങി വരികയാ. എന്നിട്ട് എന്താണ് ചോദിക്കുന്നതെന്നറിയോ? അലാ മൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറു ലഹു, ആരാണ് ചെയ്തു പോയ അപരാധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നോട് പൊറുക്കലിനെ തേടുന്നത്? ഫഅഗ്ഫിറു ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കാം. ഈ രാത്രിയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? തിങ്കളാഴ്ച നോമ്പ് പിടിക്കുന്നതിന്റെ തലേ ദിവസം രാത്രിയിൽ എഴുന്നേറ്റിരുന്നിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന് റസൂലുള്ള പറയണം അസ്തഗ്ഫിറുല്ലാഹല്ലദീ, അതാണ് ഹബീബ് പറഞ്ഞത്. അലാമൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറു ല, ആരാണ് എന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നത് ഞാൻ പുറത്തു കൊടുക്കാം എന്ന് പറഞ്ഞ സഹോദരങ്ങളെ, രാത്രി മുഴുവനും ചോദിക്കണം, കഴിയുന്നിടത്തോളം ചോദിക്കണം. അസ്തഗ്ഫിറുല്ലാഹല്ലദീ, അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുകയാ. സഹോദരങ്ങളെ, രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അലാ മുസ്തർസിഖുൻ ഫഅർസുഖുഹു, ആരാണ് എന്നോട് ഭക്ഷണം തേടുന്നത് ഞാൻ അവന് കൊടുക്കാം. 2 കിലോ അരിയും 1 കിലോ പഞ്ചസാരയും 250 ചായപ്പൊടിയും ഒരു പലവ്യഞ്ജനം 100 ഗ്രാം വീതം നമുക്കൊരു കിറ്റ് എവിടെ നിന്നെങ്കിലും തരുന്നു എന്നറിഞ്ഞാ ഓടിച്ചെന്ന് കിറ്റ് വാങ്ങാ ക്യൂ നിൽക്കുന്നവരെ, ഏതെങ്കിലും മുതലാളി നിങ്ങൾക്ക് തരുന്ന ഒരു ചെറിയ നോമ്പിന്റെ കിറ്റ് പോലെയാണോ ശഅബാൻ 15 അല്ല തരുന്നത്? അല്ലാഹു ഒരു വർഷക്കാലത്തെ നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ ഭക്ഷണം, നിങ്ങൾക്കാരാണോ നിങ്ങളുടെ കീഴിൽ കഴിയുന്നത് അവരുടെ മുഴുവൻ ഭക്ഷണവും അല്ലാഹു നിങ്ങൾക്ക് തരുന്ന നിർണിത രാത്രിയാണല്ലോ. ആ രാത്രിയിൽ അല്ലാഹു ചോദിക്കും, അലാ മുസ്തർസിഖുൻ, ആരാണ് എന്നോട് ഭക്ഷണം തേടുന്നത്? ഫഅർസുഖുഹു, ഞാൻ അവന് ഭക്ഷണം കൊടുക്കാം, ഞാൻ അവന് ഭക്ഷണം കൊടുക്കാം. കല്ലുടുക്കിലെ പുൽക്കൊടിക്ക് പോലും കുടിനീര് കൊടുക്കുന്ന അല്ലാഹ്, ആ പടച്ചതമ്പുരാൻ നമ്മളോട് പറയുന്നു, ചോദിക്കും നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാ. ചോദിക്കേണ്ട പെങ്ങളെ, തട്ടില്ലാതെ മുട്ടില്ലാതെ അല്ലാഹു ഒരു വർഷം നമ്മളെ ഭക്ഷണം നൽകണ്ടേ? അതുകൊണ്ട് നാം ആരാത്രി ചോദിക്കണം. രണ്ടാമത്തേത്, ഒന്ന് അല്ലാഹ് പാപം പൊറുക്കണേ എന്ന് ചോദിക്കുക. രണ്ടാമത് ചോദിക്കേണ്ടത്, പടച്ചവനെ ഭക്ഷണം തരണേ അല്ലാ, റിസ്ക് തരണേ അല്ലാ, പടച്ചവനെ എനിക്ക് നീ നിന്റെ റസാഖായ നിന്നോട് ഞാൻ റിസ്കിനെ തേടുന്നു റബ്ബേ. ഇത് ചോദിക്കേണ്ട രാത്രിയാണ് തിങ്കളാഴ്ച രാത്രി, ഞായറാഴ്ച അസ്തമിച്ച രാത്രി. അപ്പൊ ഒന്ന്, ആരാ എന്നോട് ചോദിക്കുന്ന പൊറുക്കലിനെ ചോദിക്കുന്നത്? ഞാൻ തന്നേക്കാം. ഒന്ന്. അപ്പൊ എന്താ റബ്ബിനോട് അന്നത്തെ രാത്രി ഇരുന്ന് ചോദിക്കേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹല്ലദീം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ സഹോദരിമാർക്ക്? രണ്ടാമത് എന്താ ചോദിക്കുന്നത്? അല്ലാഹു, ആരാ എന്നോട് ഭക്ഷണം ചോദിക്കുന്നത്? ഞാൻ തന്നേക്കാം. അപ്പൊ ചോദിക്കണം, പടച്ചോനെ ഞാൻ അറബിയിലെ ജീ പഠിക്കാനാ നിൽക്കട്ടെ, അക്ഷരം മാറിപ്പോയ തരുന്ന ചിലപ്പോ അരി തരാടുത്ത് ഗോതമ്പായിപ്പോ. മലയാളത്തിൽ ചോദിച്ചാൽ അള്ളാഹ്ക്ക് എല്ലാ ഭാഷ അറിയാമല്ലോ. പടച്ചോനെ എനിക്ക് നീ തന്ന, അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു അക്ഷരം മാറിയ എല്ലാം തീർന്ന്. ബർറ് ബിർറ് ബുർറ് ഹറക്കത്തില്ലാതെ എഴുതി നോക്ക്. ബാ റാ, ബാ റാ. അതിന്റെ അർത്ഥം എന്താ? ബറെന്നും വായിക്കാം, ബിറെന്നും വായിക്കാം, ബുറെന്നും വായിക്കാം. ബറെന്നും വായിക്കാം, ബിറെന്നും വായിക്കാം, ബുറെന്നും വായിക്കാം. ബറെന്ന് പറഞ്ഞാൽ
ഇവിടെ നിന്ന് കുറച്ച് ദൂരെ യാത്ര ചെയ്താൽ കാണാം കര, കടലിന്റെ കര. ബിറെന്ന് പറഞ്ഞാൽ ഗുണം ചെയ്യണം, ബുറെന്ന് പറഞ്ഞാൽ ഗോതമ്പ്. ഒരുപോലെയല്ലേ? ബറ് ബിറ് ബുറ് മൂന്നർത്ഥമാണ്. കളി കിളി കുളി എന്ന് പറഞ്ഞാൽ എന്താ? കളിക്കുക എന്ന് പറഞ്ഞാൽ കളിക്കുക, കിളി എന്ന് പറഞ്ഞാൽ പറന്നു പോകുന്നത്, കുളി എന്ന് പറഞ്ഞാൽ കുളിക്കുക. ആ വള്ളിയൊക്കെ കൊണ്ട് മാറ്റി വെച്ചാൽ ഒരേപോലെ അല്ലേ? അതുകൊണ്ട് അക്ഷരം തെറ്റാതെ നോക്കണം. മലയാളത്തിൽ റമദാൻ ആകുമ്പോൾ പിന്നെ ഹോട്ടലുകാര്, അതുപോലെ തന്നെ ഫാൻസിക്കാര്, അതുപോലെ തുണിക്കടക്കാര് മലയാളത്തില് ദുആ എഴുതും. ആദ്യത്തെ പത്തിലെ ദുആ, രണ്ടാമത്തെ പത്തിലെ ദുആ, മൂന്നാമത്തെ പത്തിലെ ദുആ മലയാളത്തില്. എന്നിട്ട് എല്ലാ ഹൗദിന്റെ കരയും കൊണ്ട് വെക്കും. നമുക്ക് പിന്നെ ഓസിന് കിട്ടിയ ചാണകം എടുക്കുമെന്ന് പറഞ്ഞ അതുപോലെ എടുത്തോണ്ടങ്ങ് പോകും. 5 എടുക്കാലെടുത്ത് 10 എടുത്ത് പോക്കറ്റേക്ക് അവിടെ 5 ഇവിടെ 5 മൂന്ന് സ്ഥലത്തും വെക്കും. വീട്ടിൽ കൊണ്ടൊന്ന് വെറുതെ ഇട്ടിരിക്കും. ഇതെടുത്ത് വെച്ചിട്ട് മലയാളം അറബി അറിയാത്ത ആളുകൾ വായിക്കും. എന്താണ്? രണ്ടാമത്തെ പത്തിൽ അല്ലാഹുമ്മ കുഫുർലി അല്ലാഹുമ്മ കുഫുർലി അല്ലാഹുമ്മ കുഫുർലി. നോമ്പ് പിടിച്ചോണ്ട് ദുആയാണ്. എന്താ അതിന്റെ അർത്ഥം? നീ എന്നെ കാഫിറാക്കണേ അല്ലാ, നീ എന്നെ കാഫിറാക്കണേ അല്ലാ, നീ എന്നെ കാഫിറാക്കണേ അല്ലാ. നോമ്പ് പിടിച്ചോണ്ടുള്ള ദുആയ. മലയാളത്തിൽ അല്ലാഹുമ്മ ഗഫുർ ഗൈൻ എങ്ങനെ ഇടുക? മലയാളത്തിൽ ചില ആളുകൾ എളുപ്പത്തിന് കാനിട്ട് വെക്കും. അടിക്കുന്നവൻ എങ്ങനെ അടിക്കുന്ന പറയില്ലല്ലോ. മാരേജ് സർട്ടിഫിക്കറ്റ് തരും, ബർത്ത് സർട്ടിഫിക്കറ്റ് തരും. വായും നോക്കി ഇരുന്ന് ഫോണും വിളിച്ചോണ്ട് എഴുതും. അവസാനം ഒരക്ഷരത്തിന് വേണ്ടി നമ്മൾ ഓടേണ്ട സ്ഥലങ്ങൾ എവിടെയൊക്കെയാ? എന്നാ എടുത്തത് അപ്പുറത്തോട്ട് വെച്ചാൽ മതി. ഇതാ ശരിയാക്കി കേട്ടോ, അത് അപ്പുറത്തെ മേശപ്പുറത്ത് എടുത്ത് വെച്ചാൽ അയാൾ ഒന്ന് ഒപ്പിട്ട തീരും. പക്ഷെ ഇവിടെ നിന്ന് അപ്പുറത്തെ മേശപ്പുറത്ത് പോകണമെങ്കിൽ 35 ദിവസം കഴിയണം. നിങ്ങൾ പോയിട്ട് 10-ാം തീയതി 10-ാം തീയതി പറയുമ്പോ എന്തായിരുന്നു അത്? മറ്റേ പേര് മാറിയില്ല, ഒരു അക്ഷരം അല്ലേ? ഇപ്പൊ ഞാൻ അങ്ങോട്ട് കൊടുക്കാം കേട്ടാ, നിങ്ങൾ അടുത്ത ആഴ്ച വരി. വീണ്ടും ഓടി. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പടച്ചോനെ യവനെയൊക്കെ എങ്ങനെയാണ് എന്റെ മുമ്പിൽ ഒന്ന് എത്തിക്കാൻ. ഡേറ്റ് ചോദിക്കാനായാലും മതി, വന്നിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ പറഞ്ഞ പോയിട്ട് അപ്പുറത്തോട് വരായി. ദേഷ്യം വന്നിട്ടുണ്ട് ചില സമയങ്ങളിൽ. എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യം നമ്മൾ കഴിയുന്നതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് മലയാളത്തിൽ എഴുതി അറബിയെ മലയാളത്തിൽ മംഗ്ലീഷ് പോലെ മറബിയാക്കിയിട്ട് നമ്മൾ വായിച്ചാണ്ടല്ലോ അർത്ഥം മാറിപ്പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രിയിൽ നമ്മൾ ചോദിക്കേണ്ടത് അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണം. ഒന്ന്. രണ്ടാമത്തേത് പടച്ചോനെ നീ എനിക്ക് ഭക്ഷണം തരണം. പിന്നെ മൂന്നാമത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹു ആകാശ ലോകത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, അല്ലാഹു പറയുന്നു അലാ മുബ്തലാ ഫൗആഫി. ആരാണ് പരീക്ഷിക്കപ്പെടുന്നവരുള്ളത്? ചോദിക്കൂ, നിങ്ങളുടെ പരീക്ഷണം ഞാൻ മാറ്റിത്തരാ. ആരാണ് പരീക്ഷിക്കപ്പെടുന്നത്? ആരാണ് പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണം സഹിക്കാൻ പറ്റാതെ സങ്കടപ്പെടുന്നത്? ചോദിക്കൂ അടിമകളെ, ഞാൻ വഅഫീഹി മാറ്റിത്തരാ. അല്ലാഹുവിന്റെ മുന്നിൽ പരീക്ഷണങ്ങളെ മാറ്റാൻ വേണ്ടി ചോദിക്കുമ്പോ സഹോദരങ്ങളെ, അല്ലാഹു പറയുന്നു ഞാൻ ഈ രാത്രിയിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ മാറ്റിത്തരാ. പരീക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും എന്റെ മുന്നിലുണ്ടോ? ഏതെങ്കിലും ഒരർത്ഥത്തിൽ പരീക്ഷണം അനുഭവിക്കാത്ത, പരീക്ഷണം നേരിടാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് രാത്രിയിൽ നിങ്ങൾ മടിക്കല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹു പറഞ്ഞതായിട്ട് ഇതാ ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷണങ്ങളൊക്കെ മാറ്റിത്തരാ. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞതെന്തെന്നറിയോ? അലാ കദാ അലാ കദാ അലാ കദാ. ഇന്ന കാര്യങ്ങൾ വേറെന്താ ചോദിക്കാൻ ഇങ്ങനെ അല്ലാഹു ചോദിച്ചുകൊണ്ടിരിക്കുകയാ. മക്കളില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ചോദിച്ചോ, മക്കളെ തരാം. മക്കള് പരീക്ഷ എഴുതുകയല്ലേ, ആ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വേണമെന്ന് നിങ്ങൾക്ക് കൊതിയുണ്ടോ? അലാ കഥയുടെ അർത്ഥം അതാണ്. എന്നാ ചോദിക്ക്, പടച്ചോനെ എന്റെ മക്കൾക്ക് നല്ല മാർക്ക് കൊടുക്കണേ എന്ന്. ഞാനതിന് നല്ല മാർക്ക് കൊടുത്തോളാം. ചോദിക്കേണ്ട ഒരു രാത്രിയാണ്. ചോദിക്കണം. മക്കള് പഠിക്കാൻ കൂടെ വേണം. ചുമ്മാക്കൂല. പണ്ടൊരാള് പൈസ ഒരു സദസ്സിൽ പൈസ കൊണ്ട് തന്നിട്ട് പറഞ്ഞ് എടുത്ത ബൈക്കിന്റെ മൈലേജ് കൂട്ടി കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. ദ്വാരം എന്നിട്ട് അങ്ങനെ കമ്പനി കൊടുക്കുന്ന മൈലേജ് അല്ലേ കിട്ടുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ദ്വാരന്നിട്ട് മുഹാലായ കാര്യങ്ങളൊന്നും കിട്ടൂല. ഒട്ടകത്തെ സൂചിയുടെ ദ്വാരത്തിലൂടെ കയറ്റിവിടണമെങ്കിൽ 2 കാര്യം ചെയ്യണം. ഒന്നുകിൽ സൂചിയുടെ ഓട്ട വലുതാക്കണം, അല്ലെങ്കിൽ ഒട്ടകത്തെ ചെറുതാക്കണം. അല്ലാതെ പടച്ചോനെ നിന്റെ കുതിരത്ത് കൊണ്ട് സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകത്തെ അപ്പുറത്തോട്ട് കടത്താൻ പറഞ്ഞ ദ്വാരം എന്നാ നടക്കുവോ? രണ്ടാലൊന്നും ചെയ്യണ്ടേ? ഒന്നുകിൽ ഓട്ട വലുതാക്കണം, ഇല്ലെങ്കിൽ ഒട്ടകത്തെ ചെറുതാക്കണം. നടക്കുന്ന കാര്യങ്ങളെ പറയാവൂ. മക്കളെ പഠിപ്പിക്കണം. അവര് പഠിക്കുമ്പോ ചോദിക്കണം, പടച്ചോനെ കഷ്ടം
കഷ്ടപ്പെട്ടിരുന്നു പഠിക്കാൻ. അല്ലാതെ കിടന്ന് ഇങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങുക. എന്നിട്ട് നമ്മൾ ദ്വാരക്ക പടച്ചവനെ ഇന്നത്തെ രാത്രി എല്ലാം നേടുന്ന രാത്രിയാണല്ലോ, അതുകൊണ്ട് അവന് ഡിസ്റ്റിങ്ഷൻ കിട്ടണേ. ഇപ്പൊ ഡിസ്റ്റിങ്ഷൻ ഒന്നും അല്ല, A+ കിട്ടണേ, എല്ലാത്തിലും നല്ല മാർക്ക് കിട്ടണേ. എവിടാ അവ ഇത് പറഞ്ഞിട്ട് പോലും ഉണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ചോദിക്കാൻ അല്ലാഹു തന്നൊരു രാത്രിയാണ് ഈ ഞായറാഴ്ചത്തെ രാത്രി. അതുകൊണ്ട് ഒരിക്കലും നാളെ നമ്മുടെ പരിപാടി തീരുകയാണ്. നാളെ സയ്യിദ് മുത്തുക്കോയ തങ്ങൾ അല്ലെ ദുആ ചെയ്യുന്നതോടുകൂടി പ്രസംഗമില്ല, ബഹുമാനപ്പെട്ട തങ്ങളുടെ ദുആയോടുകൂടി അൽഹംദുലില്ലാഹ് നാളെ പരിസമാപ്തി കുറിക്കുകയാണ്. ഇതെല്ലാം കേട്ട് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച രാത്രിയിൽ ഫലപ്രദമാക്കി എടുക്കാൻ കഴിയണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് തരട്ടെ. അപ്പൊ ചിലർ ചിന്തിക്കുക അലാറം വെച്ചിട്ട് 6:30 എണീറ്റാ മതിയാ ഉസ്താദേ, ഒരു 6:30 മണിയാക്കുമ്പോ എണീറ്റ് മതിയാ. കുറയ്ക്കാൻ പറ്റില്ല, ഉറക്കം മാറ്റിവെക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായിരുന്നാലും ഒരു 6:30 മണിക്ക് എഴുന്നേറ്റാൽ മതിയോ? പറ്റൂല. കാരണം എന്താണെന്നറിയോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇതെല്ലാം സംഭവിക്കുന്നത് ആകാശ ലോകത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വന്നിട്ട് ചോദിക്കൂ പാപം പുറത്തു തരാ, ചോദിക്കൂ ഭക്ഷണം തരാ, ചോദിക്കൂ പരീക്ഷണങ്ങളിൽ നിന്ന് മാറ്റിത്തരാ, ഇന്ന കാര്യങ്ങൾ ചോദിക്കൂ, ഏതേത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കൂ, അതിൽ നിന്നെല്ലാം നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താമെന്ന് പറയുന്നത് ഏതുവരെ എന്നറിയോ? സഹോദരങ്ങളെ, സുബഹിന്റെ ബാങ്ക് കേൾക്കുന്നത് വരെയാ. സുബഹിന്റെ ബാങ്ക് കേട്ടാ പിന്നീട് ഈ പറയുന്ന യാതൊരു ആനുകൂല്യങ്ങളുമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് സുബഹിന്റെ മുമ്പായിരിക്കണം. ഏറ്റവും നല്ലത് എപ്പോഴെന്നറിയോ സഹോദര? രാത്രിയുടെ 3-ാം യാമത്തിലാണ്. രാത്രിയെ 3ആയിട്ട് ഭാഗിച്ചിട്ട് അതിന്റെ 3-ാം യാമത്തിലേക്ക് എത്തുമ്പോ എന്ന് പറഞ്ഞാൽ മഗ്രിബ് മുതൽ ഇശാ വരെ ഒരു ടൈമാണ്. ഇശാ മുതൽ ഏകദേശം 3 മണി വരെയൊക്കെ ഒരു ടൈമായിട്ട് കൂട്ട്. എന്നിട്ട് അതിനുശേഷമുള്ള നല്ലൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് എഴുന്നേറ്റിരുന്ന് പടച്ചവനോട് തേടിക്കോ. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ രക്ഷപ്പെടുത്തുന്നതാ, അല്ലാഹു മതിയായതൊക്കെ തരുന്നതാ. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ പാപം ചെയ്താൽ ചാമാങ്കരയിലെ ചിലപ്പോ സഹോദരങ്ങൾ ചിന്തിക്കും, പടച്ചോനെ എന്റെ പ്രാർത്ഥന അല്ല സ്വീകരിക്കുമോ, എന്റെ പാപങ്ങളല്ല പൊറുക്കുമോ? ഞാൻ അല്പം കള്ള് കുടിച്ചിട്ടുണ്ട്, ഞാൻ അല്പം പലിശ വാങ്ങിയിട്ടുണ്ട്. സഹോദരിമാരെ ചിന്തിക്കും, അല്ലാഹുവേ എന്റെ പാപം, ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല, ചീട്ട് കളിച്ചിട്ടില്ല, ഞാൻ പലിശ വാങ്ങിയിട്ടില്ല. പക്ഷേ എന്റെ ഭാഗത്ത് നിന്ന് കുറെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പല കല്യാണങ്ങൾക്ക് ഞാൻ ഭ്രാന്തികളെ പോലെ മഞ്ഞ കല്യാണത്തിന് മഞ്ഞയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതെന്റെ റസൂലുള്ളാഹിന്റെ ചര്യല്ല, അതെന്റെ ഹബീബിന്റെ മാതൃകയല്ല, അത് ഇസ്ലാമിന്റെ ചൈതന്യമല്ല. ഇതൊക്കെ കടൽ കടന്നു വന്ന, അല്ലെങ്കിൽ ചുരമിറങ്ങി വന്ന സംസ്കാരമാണല്ലോ. ഇതൊക്കെ ഞാൻ ചെയ്തു പോയി, ഇതൊക്കെ ഞാൻ ചെയ്തു പോയി. അതുകൊണ്ട് പടച്ചവനെ എന്റെ പാപം പൊറുക്കുമോ? അങ്ങനെ മനസ്സിനകത്ത് ചിന്തയുണ്ടെങ്കിൽ കേട്ടോ, ആരുടെ പാപമാണല്ല രാത്രി പുറത്തു കൊടുക്കുന്നതെന്നറിയോ? ആയിഷ ബീവി പറയുകയാണ്, യഗ്ഫിറു ലി അക്സറ മിൻ അദദി ശഈരി ഗനബി ബനി കൽബ്. കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻ പറ്റങ്ങളുടെ രോമങ്ങളെക്കാൾ പാപം ചെയ്തവനും അല്ലാഹു പുറത്തു കൊടുക്കും. എന്താ പറഞ്ഞത്? ആടിന്റെ രോമം എണ്ണാൻ പറ്റുമോ നിങ്ങൾക്ക്? ആടിന് എത്ര രോമം ഉണ്ടെന്ന് എണ്ണിത്തരാൻ ആർക്കാ ചാന്നാങ്കരയിൽ കഴിയുക? പറ്റില്ല, പറ്റില്ല. കോടിക്കണക്കിന് രോമം ഉണ്ടാവും. ഇപ്പൊ ഞാൻ 66 കോടി രോമം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഞാൻ പറയുമ്പോ എണ്ണീറ്റ് വരാൻ പറയും. എത്ര കോടി, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രോമം ഒരു ആടിന്റെ രോമം ഉണ്ടാവും, ഇല്ലേ? എന്നാൽ കൽബ് ഗോത്രത്തിന്റെ ആടിന്റെ പ്രത്യേകത എന്താ? ലോകത്ത് ഏറ്റവും കൂടുതൽ രോമമുള്ള ആട്ടിൻ പറ്റങ്ങളുള്ളത് കൽബ് ഗോത്രത്തിൻ്റെതാണ്. അറേബ്യയിലൊരു ഗോത്രമാണ്. ആ അറേബ്യയിലെ കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻ പറ്റങ്ങളുടെ രോമങ്ങളെക്കാൾ പാപം ചെയ്താലും അല്ലാഹു തആല ഈ ഒരൊറ്റ രാത്രിയിൽ പാപം പുറത്തു കൊടുക്കുന്നതാണ്. ഇത്രയും ആനുകൂല്യം തരാമെന്ന് അല്ലാഹ് പറയുമ്പോ എങ്ങനാണ് ഈ മരിച്ചിനെ തോട്ടത്തിൽ പെരിച്ചാഴി കയറി കണക്ക് നീക്കി 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 നമുക്ക് ഈ രാത്രി കിടക്കാൻ പറ്റുന്നത്? മൊബൈലിൽ
നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമ്മുടെ കാര്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് നമുക്ക് ചെയ്യേണ്ട കാര്യമല്ലേ? ഇത് നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റവും ഭാവി നിർണയിക്കപ്പെടുന്ന രാത്രിയല്ലേ? യാസീനോദി പണ്ട് മുതലേ ശീലമുണ്ട് അല്ലേ? ഒരു 3 യാസീൻ ഓതുന്നത് ഞായറാഴ്ച മഗ്‌രിബിന് ശേഷം, ഞായറാഴ്ച രാത്രി അസ്തമിച്ചിട്ട് മഗ്‌രിബിന് ശേഷം നമ്മൾ യാസീൻ ഓതാറുണ്ട്. 3 യാസീൻ പണ്ട് മുതലേ വലിയ വലിയ മഹാന്മാരൊക്കെ ഓതി വന്നതാണ്. അതൊക്കെ സഹോദരിമാർക്ക് നന്നായിട്ട് അറിയാം. നുറുങ്ങ് വിദ്യയൊക്കെ പെണ്ണുങ്ങളുടെ കയ്യിലാണ് കൂടുതലുള്ളത്. കാരണം എളുപ്പത്തിന് സ്വർഗത്തിൽ പോലുള്ള കാര്യങ്ങളൊക്കെ, എളുപ്പത്തില് സ്വർഗത്തിൽ പോലുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് നല്ല മനപ്പാടമാണ്. കാരണം എന്താണ്? കൊച്ചു കൊച്ചു അമലുകളൊക്കെ ചെയ്യാനുള്ള ആഗ്രഹം കൂടുതൽ അവർക്കാ. കാക്കയ്ക്ക് വെള്ളം കൊടുത്താൽ, കിളികൾക്ക് വെള്ളം കൊടുത്താൽ, പറവയ്ക്ക് വെള്ളം കൊടുത്താൽ. പക്ഷെ അപ്പുറത്താരെങ്കിലും സുഖലാണെന്നാ കൊടുക്കൂല. അത് വേറെ, അതാണ് നിങ്ങൾ വിചാരിക്കുന്നത്. കാക്കയ്ക്ക് കൊടുക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിലും നമുക്ക് ഇന്നത്തെ മറ്റന്നാളത്തെ രാത്രി ഫലപ്രദമാക്കി എടുക്കാൻ കഴിയണം. പക്ഷെ ഞാൻ ഈ പ്രസംഗത്തിന്റെ ഏറ്റവും മർമ്മമായ ഒരു കാര്യം നിങ്ങൾ ഉണർത്താൻ പോവാൻ. 1-ാം ആകാശത്തിലേക്ക് അല്ല ഇറങ്ങി വരും. ശരി, എല്ലാവർക്കും പുറത്തു കൊടുക്കും. ഏത്? കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻ പറ്റങ്ങളുടെ രോമങ്ങളെക്കാൾ പാപങ്ങൾ അധികരിച്ചാലും അല്ല പുറത്തു കൊടുക്കും. ഒക്കെ ശരിയാ. പക്ഷേ അള്ളാന്റെ ഹബീബ് പറഞ്ഞ ഒരു ഹദീസ്, ഇന്നത്തെ ഈ രാത്രി നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമാക്കണം. ഇന്നത്തെ രാത്രി എല്ലാ ഓസിന് അടിച്ചോണ്ട് പോകാമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ കേട്ടോ, അള്ളാന്റെ റസൂല് പറഞ്ഞു ഇതൊക്കെ അള്ളാഹു താല ചെയ്യും. 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് പാപം ചെയ്തവരെ ചോദിക്കും, ഞാൻ പുറത്തു തരാം. ഭക്ഷണം വേണമെങ്കിൽ ചോദിക്കും, ഞാൻ ഭക്ഷണം തരാം. നിങ്ങൾക്ക് പരീക്ഷണം ഉണ്ടെങ്കിൽ ചോദിക്കും, ഞാൻ മാറ്റിത്തരാം. നിങ്ങൾക്ക് എന്ത് അലാക്കത എന്ത് വേണോ ചോദിച്ചോ, ഒക്കെ ഞാൻ മാറ്റിത്തരാം, ശരിയാക്കി തരാം. പക്ഷേ ഇതെല്ലാം അള്ളാഹുവിന്റെ റസൂല് പറയുന്നു അള്ളാഹു ചെയ്യും. പക്ഷേ 2 കൂട്ടം ആളുകൾക്ക് അള്ളാഹു അന്നത്തെ ദിവസം പുറത്തു കൊടുക്കില്ല. 2 കൂട്ടം ആളുകൾ. ആ 2 കൂട്ടം ആളുകളിൽ ഒരു വിഭാഗം ആളുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരളവോളം അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. പക്ഷേ രണ്ടാമത് പറയാൻ പോകുന്നതിൽ ചിലപ്പോ ഈ ഇരിക്കുന്ന സ്ത്രീകളിലും ഈ ഇരിക്കുന്ന പുരുഷന്മാരിലും വളരെ ന്യൂനപക്ഷമെങ്കിലും ആ വിഭാഗത്തിൽ പെട്ടവരായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ രാത്രി പ്രസംഗം കഴിഞ്ഞു പോകുമ്പോ ഈ പ്രസംഗത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് വേണം? ഇന്നത്തെ രാത്രി നാളെ രാവിലെ ആക്കാൻ നിൽക്കരുത്, രാവിലെ ആക്കാൻ വേണ്ടി നിൽക്കരുത്. ഇന്നത്തെ രാത്രി ആ വിഭാഗത്തിൽ നിന്ന് നമ്മൾ മാറി സഞ്ചരിക്കുക. ഏത് വിഭാഗത്തിനാണ് അല്ലാഹു പുറത്തു കൊടുക്കാത്തതെന്നറിയോ? ഇല്ലാലി മുശ്രിക്കീ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചുകൊണ്ട്, അള്ളാഹു തന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട്, അള്ളാഹു തന്ന വെള്ളം കുടിച്ചുകൊണ്ട്, അള്ളാഹു തന്ന വായു ശ്വസിച്ചുകൊണ്ട്, അള്ളാഹു തന്ന ഡ്രസ്സ് ധരിച്ചുകൊണ്ട്, അവനോട് പങ്കുചേർക്കുന്ന ആരാധനയിൽ പങ്കുചേർക്കുന്ന ബഹുദൈവ വിശ്വാസികളുണ്ടല്ലോ, മുശ്രിക്കീങ്ങളുണ്ടല്ലോ, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല, അവർക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കൂല, അല്ലാഹു അവരുടെ പാപങ്ങളൊന്നും പുറത്തു കൊടുക്കില്ല. ഇത് ഖാലിഖായ റബ്ബുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി മഖ്ലൂഖായ സൃഷ്ടികളായ നമ്മളുമായി ബന്ധപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ വിഭാഗം. അതാരാണെന്നറിയോ? ഒരുപക്ഷേ എന്നെ കേൾക്കുന്ന സഹോദരിമാരിൽ ഒരളവോളം ആ വിഭാഗത്തിൽ പെട്ടവരാകാ. മാറണം, മാറിയേ പറ്റൂ. ഇന്നത്തെ രാത്രി തന്നെ തീരുമാനമെടുക്കണേ പെങ്ങള്. ഇതിത്രയും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയിട്ട് ഒന്ന് കേൾക്കാതെ മിണ്ടാതെ കാണാതിരുന്ന അല്ല നിങ്ങളെ പറ്റി പറഞ്ഞത് സുമ്മുമ്പുക്കുമുനൊരു ബദിരരാണ്, മൂകരാണ്, അന്ധരാണ്. അല്ല പറയുന്നു ഉലായിക്കല്ലനആ, നാൽക്കാലികളെ പോലെയാണ്. അല്ല അൽബൽഹും അളല്ലൂ, അതിനേക്കാളും നികൃഷ്ടരാ. അതുകൊണ്ട് ഏതാ രണ്ടാമത്തെ വിഭാഗമെന്നറിയോ? റസൂലുള്ള പറയുന്നു ഔ മുശാഹിന്, അവന് പിണങ്ങിക്കഴിയുന്നവനാണ്. പിണങ്ങിക്കഴിയുന്നവനാണ്. പിണക്കമുണ്ടോ ആരോടെങ്കിലും? പിണക്കമുണ്ടെങ്കിൽ ഇതാ ഇന്നത്തെ ഈ പ്രസംഗം കേട്ടിട്ട് തിരിച്ചു പോകുമ്പോ ഒരു കോൾ വിളിക്കണം. അവരെ വിളിച്ചിട്ട് പറയണം നല്ല രാവുകൾ, വേറൊന്നും പറയണ്ട, അസ്സലാമു അലൈക്കും, നല്ല രാവുകൾ വരികയാണ്, ദുആരക്കണം, പൊരുത്തപ്പെടണം, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്, ഞാനും ദുആരക്കാം. തീർന്നു, സിമ്പിൾ.
തലയിലിരിക്കുന്ന കിരീടം താഴെ വീണു പോകുമൊന്നുമില്ല. എപ്പോഴും നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാല് തന്നെ വിജയിക്കണമെന്നുണ്ടോ? അങ്ങനെയാണോ? എപ്പോഴും മുന്നോട്ട് വെക്കുന്ന കാലാണ് വിജയിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചില ഘട്ടങ്ങളിൽ കാല് പിന്നോട്ട് വെക്കുമ്പോഴാണ് വിജയിക്കുക. അതെപ്പോഴാ? എന്താ നിങ്ങൾ ഈ ഇങ്ങനെ എന്നോട് എന്തോ ഒരു പിണക്കം പോലെ ഇരിക്കുന്നത്? മുന്നോട്ട് വെക്കുന്ന കാലല്ലേ എപ്പോഴും വിജയിക്കുക. പണ്ട് ഈ എന്റെ മോളെ സ്കൂളിലാക്കി, മൂത്ത മോളെ. അപ്പൊ സ്കൂളിൽ ഈ കൊച്ച് LKG അപ്പോഴ് ഈ സ്കൂളില് ഓട്ട മത്സരം വെച്ച് വൈകുന്നേരം കരഞ്ഞോണ്ട് എന്റെ വീട്ടിൽ വന്നു. അങ്ങനെ ചോദിച്ചവൻ പറഞ്ഞത് ഓട്ട മത്സരത്തിന് ചേർന്നു, പക്ഷേ എന്നെ അവിടെ ആക്കിയിട്ട് എല്ലാരും കൂടെ ഓടിക്കളഞ്ഞു എന്നാ പരാതി. കൂടെ ഓടിയാലല്ലേ പ്രൈസ് കിട്ടുള്ളൂ. നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാലിന് മാത്രമല്ല സമ്മാനമുള്ളത്, ചിലപ്പോ പുറകിലോട്ട് വെക്കേണ്ടി വരും. അതെപ്പോഴാ? വടം വലിക്കുമ്പോ മുന്നോട്ട് വെച്ചാൽ തോക്കേണ്ടി ഉള്ളൂ. വടം വലിക്കുമ്പോ കാല് മുന്നോട്ട് വെച്ചാൽ തോക്കും, അപ്പുറത്തേക്കുന്നവൻ ജയിക്കും. അപ്പോഴും നമ്മൾ ജയിക്കണമെങ്കിൽ കാല് പിന്നോട്ട് വെക്കണം, എങ്കിലേ നമുക്ക് ജയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ താഴ്ന്നു കൊടുക്ക്. എന്തിനാ എപ്പോഴും നമ്മൾ വലിയ ആളായിട്ട് ഇങ്ങനെ മോളിരിക്കുന്നത്? എന്റെ അനുഭവം ഞാൻ പറയാം. അൽഹംദുലില്ലാ, ഞാൻ എന്നെ പറ്റി പറയുന്നതല്ല. എനിക്ക് ദുനിയാവിൽ ഒരാളോടും പിണക്കമില്ല. എനിക്കറിയാം, ഉറപ്പുണ്ട്. ഒരു മഖ്ലൂക്കിനോടും എനിക്ക് പിണക്കമില്ല, എന്നോടും പിണക്കമില്ല. അത് വലിയ കാര്യമാണ്. ഞാൻ എന്നെ പറ്റി പറയുന്നില്ല, നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷേ പിണങ്ങിക്കഴിയാണെങ്കിൽ വെറുതെ എണീറ്റിരുന്നിട്ട് ഉറക്കം കളയണ്ട, സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളി. ഒരു ഉപയോഗവും ഇല്ല എണീറ്റിരുന്നിട്ട്. അത് ഞാൻ പറഞ്ഞത്, ഒരു ഉപയോഗം ഉണ്ടാവൂല. വെറുതെ ഉറക്കം കളയണ്ട, നിങ്ങൾ സന്തോഷമായിട്ട് വല്ലതും കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോളി. അതല്ല, ഒരു വർഷത്തെ ഭക്ഷണവും വേണം, ആയുസ് നീട്ടി കിട്ടണം, കുടുംബത്തിൽ പ്രസവങ്ങൾ നടക്കണമെങ്കിൽ എന്ത് വേണം? അന്നത്തെ രാത്രി ഉണർന്നിരുന്നാൽ മാത്രം പോരാ. ആരോട് പിണങ്ങി കഴിയുന്നുണ്ടോ അവരോട് ഇണക്കമായി നല്ല നിലയിൽ പിണക്കം മാറ്റി വെച്ചിട്ട് വേണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ ആ രാത്രി എഴുന്നേറ്റിരിക്കാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്ര മണിക്കാ തുടങ്ങി? 8:30. ഓ അങ്ങനെയാ? ശരി. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേട്ടോളി. അള്ളാഹു നമ്മുടെ ഒക്കെ കൽബിനെ നന്നാക്കി തരട്ടെ. നമുക്ക് അമല് ചെയ്യണ സഹോദരങ്ങളെ. എങ്ങനെയെങ്കിലും നമുക്കൊന്ന് രക്ഷപ്പെടണം. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാലേ മതിയാവുള്ളൂ. വലിയ പാടാ. ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നോ? നമുക്ക് ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നോ? ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് ചൂടായത്? ഒരു ചൂടുമില്ല. അള്ളാഹുവിന്റെ പരലോകത്തെ ചൂട് ഇതിനേക്കാൾ കഠിനമല്ലേ? ഇവിടത്തെ ശിക്ഷകൾ, നമ്മുടെ ഭരണാധികാരികളുടെ ശിക്ഷകൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇതുപോലെയാണോ മലായികത്തുകള്? അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ. മല്ലന്മാർ, കഠിന ഹൃദയന്മാർ, ചിരിക്കാത്തവന്മാർ, മിണ്ടിയാൽ തിരിച്ചു മിണ്ടാത്തവർ, കണ്ട പേടിച്ചു പോകുന്ന വലിയ വലിയ മല്ലന്മാരായ മലായികത്തുകള്. അവരുടെ മുമ്പിൽ നമ്മൾ എന്താ ചെയ്യാ? അള്ളാന്റെ കരുണ കൊണ്ട് രക്ഷപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെടും. അതുകൊണ്ട് ഒരു രാത്രി എന്തായാലും ഒഴിവാക്കി ഉറക്കം മാറ്റി നമ്മളൊന്ന് എഴുന്നേറ്റിരിക്കും. എന്നാൽ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തോളും. അത് വരുന്ന ഞായറാഴ്ച രാത്രിയാണ്. ഈ ശഅബാൻ മാസത്തിന്റെ 15ന്റെ ആ രാത്രിയുടെ പ്രത്യേകത ഇത്രയും വിശാലമായി നമ്മുടെ മുമ്പിൽ കാരുണ്യത്തിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, ശഅബാൻ മാസത്തിനെ തന്നെ നമ്മൾ മറന്നിട്ടാണ് നിൽക്കുന്നത്. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ശഅബാൻ ശഹ്റുൻ ബൈന റജബിൻ വ റമളാൻ. ഈ ശഅബാൻ എന്ന് പറയുന്ന റമളാന്റെയും റജബിന്റെയും ഇടയിലുള്ള മാസമാണ്. ശരിയല്ലേ? ചിന്തിച്ചു നോക്ക്. റസൂലുള്ള പറയുമ്പോഴാണ് കൂടുതൽ ഗൗരവം നമുക്ക് മനസ്സിലാവുക. ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? ശഅബാനുൻ ശഹ്റുൻ ബൈന റജബിൻ വ റമളാൻ. റമളാനിന്റെയും റജബിന്റെയും ഇടയിലുള്ള മാസമാണ് ശഅബാൻ. ശരിയല്ലേ? യഗ്ഫുലുൻ നാസു അൻഹു. ഈ ശഅബാനിനെ എല്ലാവരും
അശ്രദ്ധയോടെയാ കാണുന്നത്. നിസാരമായി നിങ്ങൾ തള്ളല്ലേ ഈ ഹദീസ്. നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകും സഹോദരങ്ങളെ. നമ്മുടെ മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. ആ മാസങ്ങൾ കഴിഞ്ഞ് സഫർ കഴിഞ്ഞ് റബീഉൽ അവ്വൽ കഴിഞ്ഞ് റബീഉൽ ആഖിർ കഴിഞ്ഞ് ജമാദുൽ ഊല കഴിഞ്ഞ് ജമാദുൽ ആഖിർ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വരുമ്പോഴാണ് സഹോദരങ്ങളെ റജബ് വരുന്നത്. ആ റജബ് അങ്ങോട്ട് എത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ചിന്ത വരുന്നു, പടച്ചോനെ റജബായോ റജബായോ. ആ പള്ളിയിൽ വെച്ച് ദുആരക്കുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. റജബിലെ ശഅബാനിലും ബറക്കത്ത് ചൊരിയണേ അല്ലാഹ് എന്ന് പള്ളിയിലെ ഉസ്താദ് ദുആരന്നപ്പോൾ, അല്ലെങ്കിൽ വഅലിൽ ദുആരക്കുന്ന കേട്ടപ്പോൾ, അല്ലെങ്കിൽ ഓൺലൈനിൽ ദുആരക്കുന്നത് കേട്ടപ്പോ നമ്മൾ ചിന്തിച്ചു പോയി, പടച്ചോനെ റജബ് എത്തിയല്ലോ. പിന്നെ ചിന്തയായി തിന്മകളിൽ നിന്ന് മാറണമല്ലോ, അതുപോലെ വീടടിച്ച് വാരണമല്ലോ. കമ്മിറ്റി വിളിക്കുന്നു, പള്ളി പെയിന്റ് അടിക്കണം, പള്ളി കഴുകണം, ബാത്റൂം ശരിയാക്കണം, പള്ളിയുടെ മാറ്റ് മാറ്റണം, അതുപോലെ മുസല്ല വേറെയാക്കണം. ഇതെല്ലാം ചിന്തിച്ച് ഇങ്ങനെ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നു. അത് റജബ് മാസമായത് കൊണ്ടാ എല്ലാവരും വളരെ ജാഗ്രതയാണ് സഹോദരങ്ങളെ. പക്ഷെ ശഅബാനിലേക്ക് എത്തുമ്പോൾ എല്ലാവരുടെയും ചിന്ത റമളാനാണ്. ഇപ്പൊ ഞാൻ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞല്ലോ, ഇനി നീണ്ട 17 ദിവസം കഴിഞ്ഞാ ഈ സമയത്ത് തറാവീഹിലല്ലേ നമ്മളുള്ളത്. എല്ലാവരും ചിന്തിക്കുന്ന റമളാനെ പറ്റിയാണ്. ശഅബാൻ എല്ലാവരും അങ്ങ് മറക്കുകയാ, ശഅബാൻ എല്ലാവരും അങ്ങ് മറക്കുകയാ. അതാണ് മുത്ത് റസൂല് പറഞ്ഞത്, ഈ റജബിന്റെയും റമളാന്റെയും ഇടയിലുള്ള ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസമാണ് ശഅബാൻ. അതുകൊണ്ട് മറക്കല്ലേ, ഇനിയുള്ള രാത്രിയെങ്കിലും നമ്മൾ ഹയാത്താക്കണേ. ഈ രാത്രി നമുക്കാണ് പ്രിയപ്പെട്ടവരെ മഹത്വമില്ലാത്തത്, നമുക്കാണ് മഹത്വമില്ലാത്തത്. അറിയുമോ ഈ ശഅബാൻ മാസത്തിന്റെ 15ന്റെ രാത്രിയുടെ മഹത്വം നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ? മലക്കുകൾക്ക് 2 പെരുന്നാളുണ്ട്. ആ പെരുന്നാൾ ഏതാ? മനുഷ്യർക്ക് 2 പെരുന്നാൾ അല്ലാഹു കൊടുത്തതുപോലെ നമ്മളെ 2 പെരുന്നാൾ ഏതാ? നമ്മളെ 2 പെരുന്നാള്, ഒന്ന് ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്ർ, 2 ഈദുൽ അദ്ഹ ബലി പെരുന്നാൾ, വലിയ പെരുന്നാൾ എന്ന് ചില ആളുകൾ പറയും. ഈ 2 പെരുന്നാളല്ലേ നമുക്ക് ആഘോഷിക്കാൻ അല്ലാഹു തന്നത്. എന്നാൽ മലക്കുകൾക്ക് 2 പെരുന്നാളുണ്ട്. അതേതാ? ശ്രദ്ധിക്കണം, മലക്കുകൾക്ക് 2 പേര്. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇപ്പോൾ ദക്ഷിണേന്ത്യ ജമിയത്തുൽ ഉലമയുടെ വാർഷിക പരീക്ഷ കഴിഞ്ഞപ്പോ മദ്രസയിലെ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയത് അല്ലേ, വായിച്ചില്ലേ? എവിടെ? യൂനുസ് നബിയുടെ കൂടെ രക്ഷപ്പെട്ടവരാ. നിങ്ങൾ കണ്ടില്ലല്ലേ? കണ്ടാ? യൂനുസ് നബിയുടെ രക്ഷപ്പെട്ടവരുടെ പേര് അതെ നൂഹ് നബിയുടെ കൂടെ രക്ഷപ്പെട്ടു പോയ വിശ്വാസികൾ എത്ര? അങ്ങനെ എന്തോ ഒരു ചോദ്യം മദ്രസയിൽ ഈ പരീക്ഷയ്ക്ക്, വാർഷിക പരീക്ഷ. അപ്പൊ ഒരു കുരുത്തങ്കട്ട കൂട്ടി എഴുതി വെച്ചിരിക്കുക, മസനക്കുടി വഴി ഊട്ടി പോയവരാ. അത് വ്യാപകമായി എല്ലാ മൊബൈലിലും വന്നു. അത് വ്യാപകമായി എല്ലാവരുടെ മൊബൈലിലും വന്നു. ഇങ്ങനത്തെ മക്കളാ. വീട് എങ്ങനത്തെ ആയിരിക്കും? ഞാൻ ഒരിക്കലും വാതിന് പോയിട്ട് ഒരു വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാം. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ പള്ളി അടുത്തില്ലല്ലോ, നിസ്കരിച്ചില്ല, ഞാൻ നിസ്കരിച്ചിട്ട് സ്റ്റേജിലോട്ട് വരാം, അതുകൊണ്ടൊരു മുസല്ല ഒന്ന് തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ പെരിച്ചാഴി കറണ്ടിയതുപോലെ 4 സൈഡും എലി കറണ്ടിയതുപോലത്തെ ഒരു മുസല്ല, നടുക്ക് മാത്രമുണ്ട്, കൊണ്ടുവന്നു. അപ്പൊ ഇത് എങ്ങോട്ടിടും? ഞാൻ ഈ കാക്കായെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല കിബില എങ്ങോട്ടാ? അപ്പൊ എന്നോട് പറഞ്ഞു, ഓ അങ്ങനെയൊന്നുമില്ല, ചിലപ്പോ ഇങ്ങനെ നിൽക്കും, ചിലപ്പോ ഇങ്ങനെ നിൽക്കും, അങ്ങനെ നിശ്ചയമൊന്നുമില്ല, ചിലപ്പോഴിങ്ങനെ ആയിരിക്കും, ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഇതിനാണ് കിബിലേറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോ വീട്ടില് ദീനീ ബോധമില്ല, മക്കൾക്ക് തീരെ മതബോധമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചിരിക്കണം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോ നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് പെരുന്നാളുണ്ടല്ലേ? ആ ഉണ്ട്, ചെറിയ പെരുന്നാൾ വലിയ. ഈ മലക്കുകൾക്ക് വല്ല പെരുന്നാളുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ അല്ലാഹ്, അപ്പോഴും പിന്നെ ആരെ വിളിക്കാനാ? അപ്പോഴും നമ്മൾ ഉടനെ നെറ്റി കയറി. ഇപ്പൊ എല്ലാം നെറ്റിലാണ് എല്ലാ പണി. നമ്മളൊക്കെ വീട്ടില് കടലക്കറി വെക്കാൻ പറയുമ്പോൾ ഉടനെ നെറ്റടിച്ച് നോക്കിയിട്ട് കടലക്കറി വെക്കും. കിട്ടുന്നത് പിന്നെ കിഴങ്ങ് കറിയായിരിക്കും.
അല്ലെ? ഉൾട്ടായി പോകും നേരെ തിരിച്ച്. എല്ലാ യൂട്യൂബിലുണ്ടല്ലോ, എല്ലാം ഉണ്ട്. എന്ത് വേണമെങ്കിലും ഇന്റർനെറ്റ് പരിശോധിച്ചാൽ കിട്ടും, എല്ലാം കിട്ടും, എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മലക്കുകളുടെ പെരുന്നാൾ ഏതാണെന്ന് ചോദിച്ചാൽ മടികൂടാതെ മനസ്സിലാക്കിക്കോ, മലായിക്കത്തുകൾക്ക് രണ്ട് പെരുന്നാളുണ്ട്, രണ്ട് ആഘോഷമുണ്ട്. നമ്മുടെ രണ്ട് ആഘോഷം രണ്ട് പെരുന്നാളാണെങ്കിൽ മലായിക്കത്തുകളുടെ ആഘോഷം ഏതെന്നറിയോ? അതിലും മലായിക്കത്തുകളുടെ ആഘോഷം ഒന്ന് ഫഈദുൽ മലായിക്കത്തി ലൈലത്തുൽ ബറാ. മലായിക്കത്തുകളുടെ ആഘോഷം ഒന്ന് ശഅബാൻ 15 രാത്രിയിലെ ആഘോഷമാ. രണ്ടോ ലൈലത്തുൽ ഖദ്രി, അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയ ആ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണ്. രണ്ട് ആഘോഷം മലക്കുകൾക്കുണ്ട്. എന്നിട്ട് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യന്റെ മുസ്ലിമീങ്ങളുടെ ആഘോഷം പകലും മലക്കുകളുടെ ആഘോഷം രാത്രിയും. അതെന്തുകൊണ്ടാണ്? തിരുവനന്തപുരത്ത് ഒരു പുതിയ നഗരം തുറന്നു. അത് പറഞ്ഞിട്ട് നാളെ അങ്ങോട്ടാരും പോണ്ട. തിരുവനന്തപുരത്ത് ഒരു നഗരമുണ്ട്, ഒരു പ്രദേശം, ഒരു വീതി, വിശാലമായ റോഡ്. ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് ആരും ചെന്ന് പോവരുത് അങ്ങോട്ടും ദയവച്ച്. രാത്രിയില്ല അവിടെ, അവിടെ രാത്രിയില്ല, പകലാണ്. എന്ന് പറഞ്ഞാൽ വലിയ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് യാദൃച്ഛികമായ ഒരു പരിപാടി കഴിഞ്ഞിട്ട്, ഭീമാപ്പള്ളിയുടെ പരിപാടിയാണെന്ന് തോന്നുന്നു, കഴിഞ്ഞിട്ട് ആ രാത്രിക്ക് അങ്ങനെ വരുന്ന അതുവഴിയാ, അടുത്തൂടെ അങ്ങനെ വരുന്നത്. അങ്ങനെ വരുമ്പോ ഉണ്ടടാ സകല പെണ്ണുങ്ങളും സകല ആൺകുട്ടികളും അവിടെ ഉണ്ട്. അവിടെ അപ്പൊ എല്ലാം ഹലാലാണ്, എല്ലാം അനുവദനീയമാണ്. ആ നിലയിൽ പക്ഷേ നമ്മൾ ഒരിക്കലും പിന്നിലല്ലോ, നമ്മുടെ സമുദായം പിന്നിലോട്ട് പോകൂലല്ലോ. മദ്യത്തിന്റെ കണക്ക് വരുമ്പോ പുതുവർഷ പുലരിയിൽ 1 മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം, തിരുവോണ നാളിലെ ബിവറേജിന്റെ കണക്ക് വരുമ്പോൾ ഭൂരിപക്ഷം മുസ്ലിം പ്രദേശമാണ് ഒന്നാമതായിട്ട്. ഈ വീഥിയിൽ നിങ്ങൾ ചെന്നാൽ കാണാം, എല്ലാം അല്ല സിംഹഭാഗവും മുസ്ലിം പെൺകുട്ടികളാണ്, മുസ്ലിം ആൺകുട്ടികളാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഒരുപാട് പിന്നിലായി പോയി എന്ന് കരുതി പോകരുത്, ഒരുപാട് മുന്നിലാണ്. പിന്നിൽ എപ്പോഴാ? വഅളിന്, ജുമഅയ്ക്ക് പോകുന്നതില്, നോമ്പുടിക്കുന്നതില്, സ്വലാത്ത് ചെല്ലുന്നതില്, സഹായിക്കുന്നതില് ഒക്കെ നമ്മൾ പിന്നിലാ. ബാക്കി കാര്യങ്ങളിലൊക്കെ നമ്മൾ മുന്നിലാണ്. ആ മുന്നിൽ നമ്മൾ നിൽക്കുന്നത് നേരെ അങ്ങോട്ട് തിരിയാ, എന്നിട്ട് പിന്നിലാക്കിയതിനൊക്കെ മുന്നിലാക്കുക, മുന്നിലാക്കിയതിനൊക്കെ നമ്മൾ പിന്നിലാക്കുക. ഉൾട്ടടിച്ചാലേ നമുക്കിത് ജീവിക്കാൻ പറ്റൂ. അതാണ് അള്ളാഹുവിന്റെ വഴി. അതിലേക്ക് നമ്മൾ തിരിയുക.